നമ്മുടെ നാട്ടില് ഇന്ന് പൊണ്ണത്തടിയുള്ള ഒരുപാട് പേരുണ്ട്. പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി വേണ്ട ഭാരത്തിനേക്കാൾ 20-30 കിലോ കൂടുതലുള്ള ആൾക്കാർ, നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു 70 കിലോ ഭാരം മതിയെന്നുണ്ടെങ്കിൽ 100-110 കിലോ ഭാരമുള്ള ആൾക്കാരുണ്ട്. ഇത്തരക്കാർ വെയിറ്റ് കുറയുന്നതിന് വേണ്ടി നടന്നാൽ മതിയോ? പലരും ചോദിക്കും, വണ്ണം കുറയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാൻ ഡെയിലി 6 കിലോമീറ്റർ ഒക്കെ നടക്കാൻ പോകുന്നുണ്ട് എന്ന് പറയാറുണ്ട്. നടന്നു കഴിഞ്ഞാൽ പൊണ്ണത്തടിയുള്ളവർക്ക് വെയിറ്റ് കുറയുമോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും വെയിറ്റ് കുറയുന്നതിന് വേണ്ടി അമിതവണ്ണമുള്ളവർ, അതായത് 100 കിലോയ്ക്ക് മുകളിലുള്ള ആൾക്കാർ, പലപ്പോഴും 130-140 കിലോ ഭാരമുള്ള ആൾക്കാർ നടന്നു കഴിഞ്ഞിരുന്നാൽ സംഭവിക്കുന്നത് അവരുടെ മുട്ടുകൾക്ക് വളരെ പെട്ടെന്ന് കേടുപാടുകൾ വരികയും നട്ടലിന് കേടുപാടുകൾ വരികയും ചെയ്യും. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കയ്യിൽ നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് എത്ര കിലോ ഭാരം എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റും? നിങ്ങൾക്കൊരു 5 കിലോ ഭാരം എടുത്ത് എത്ര സമയം വെയിറ്റ് ചെയ്യാൻ പറ്റും? മാക്സിമം ഒരു 5 മിനിറ്റ് ഇല്ല, അത് കഴിയുമ്പോൾ കൈ കഴിക്കും. അതേപോലെ തന്നെ നമ്മുടെ കാലുകൾ എന്ന് പറയുന്നത് പൊണ്ണത്തടി ഉള്ളവർക്ക് അവർക്ക് അനുവദനീയമായ വെയിറ്റിനേക്കാൾ വളരെയധികം കൂടുതൽ 20-30 കിലോ ഭാരം താങ്ങിക്കൊണ്ടാണ് ഫുൾ ടൈം നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ഈ ഭാരവും കൊണ്ട് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ വളരെയധികം പ്രഷർ നിങ്ങളുടെ ജോയിന്റ്സിന്, ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് കാലിലെ 2 മുട്ടുകൾക്കും നട്ടലിനുമാണ് അഫക്ട് ചെയ്യുന്നത്. ഇത്രയും ഭാരം കൊണ്ട് നിങ്ങൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭാഗത്തുള്ള ലിഗമെന്റുകൾ വളരെ പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുകയും സന്ധിവാതം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, എല്ല് തേയ്മാനം വന്നിട്ടുണ്ടാകുന്ന കഠിനമായിട്ടുള്ള മുട്ടുവേദനയും നീർക്കെട്ടും ഒക്കെ വരുന്നതിന് കാരണമാകും. ഇവർ ഒരിക്കലും വണ്ണം കുറയാനും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അമിത വണ്ണം ഉണ്ടെങ്കിൽ, അതായത് വേണ്ടതിനേക്കാൾ 20-30 കിലോ ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നടക്കാനായിട്ട് പോകരുത്. പകരം നിങ്ങൾ നല്ലൊരു ജിമ്മിൽ വല്ലതും പോയിട്ട് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക. ശരീരത്തിന്റെ റെഗുലർ ആയിട്ടുള്ള വ്യായാമം, അതിന്റെ ഒപ്പം ഡയറ്റ് നിയന്ത്രണവും ഭക്ഷണ നിയന്ത്രണവും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഗ്രാജുവലി ഓരോ മാസവും 2-3 കിലോ വെച്ച് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് അനുവദനീയമായ ഭാരത്തിനേക്കാൾ ഒരു 10 കിലോ ഭാരം മാത്രമേ കൂടുതലുള്ളൂ എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഓടാൻ പോയിരുന്നാലും നിങ്ങളുടെ ശരീരഭാരം കുറയും. അതല്ലാതെ വളരെയധികം ഉയർന്ന വെയിറ്റ് വെച്ച് നിങ്ങൾ ഓടരുത്. നട്ടലിനും മുട്ടനും കേടുവരും.